ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കൂട്ടുകാരെ, മഴക്കാലമൊക്കെ അല്ലേ വന്നത്. ഇപ്പം നല്ല വരാലൊക്കെ കിട്ടുമ്പോഴേ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്, നല്ല അടിപൊളിയാണ്. ഇപ്പോൾ വരാൽ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്. ഇനി അത് നല്ല ഉള്ളി, ചെറിയുള്ളി ഉണ്ടല്ലോ, ചെറിയുള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ചെറുതായിട്ട് നുറുക്കിയെടുത്തതാണ്. അപ്പോൾ അതൊക്കെ ചേർത്ത് നല്ല വരാൽ മുളകിട്ടത് റെഡിയാക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ പൊട്ടിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കടുകും കൂടി അങ്ങോട്ട് ചേർക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞ് വെച്ചേക്കണ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് ചേർത്ത് നല്ല ഫൈനായിട്ട് അങ്ങോട്ടൊന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കാം. അതങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് റെഡിയായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ചേർക്കാനുള്ള കുറച്ച് പൊടികളൊന്ന് റെഡിയാക്കി അങ്ങോട്ട് വെക്കണേ. അപ്പോൾ ഒരു പ്ലേറ്റ് എടുത്ത് ആദ്യം അതെല്ലാം അങ്ങോട്ടൊന്ന് റെഡിയാക്കി വയ്ക്കാം. ഒരു പ്ലേറ്റിലേക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ മുളകിട്ടത് നല്ല എരിവായിക്കോട്ടെ. 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി അങ്ങോട്ട് ചേർക്കുക. ഇതെല്ലാം അങ്ങോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചേർത്ത് കൊടുക്കുന്ന ഈ പൊടികളൊക്കെ കരിഞ്ഞു പോവാണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇളക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടി അങ്ങോട്ട് എടുത്ത് വെച്ച് ആ ഉള്ളി നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് റെഡിയായിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്കും അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറണ വരെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് അങ്ങോട്ട് എടുക്കണേ. ഈ പൊടികളുടെയൊക്കെ പച്ചമണം അങ്ങോട്ട് മാറി ഇതെല്ലാം നല്ല രീതിയിൽ വഴറ്റി അങ്ങോട്ട് റെഡിയായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കുടംപുളി ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 5-6 അല്ലി കുടംപുളി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അതും കൂടി അങ്ങോട്ട് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി അത് തിളച്ച് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി അങ്ങോട്ട് വരണം. അതങ്ങോട്ട് കുറുക്കി വരുമ്പോഴേക്കും നമുക്കിനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതായത് മീനിൻ്റെ അളവിന് നമുക്ക് ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് ഈ ഒഴിച്ചു കൊടുത്ത വെള്ളം, അതായത് ആ ഗ്രേവി ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ അങ്ങോട്ട് തിളച്ചങ്ങോട്ട് പൊങ്ങി അങ്ങോട്ട് വരുമ്പോഴേക്കും ആ കഷ്ണമാക്കി വെച്ച മീനുണ്ടല്ലോ അതിലേക്ക് അങ്ങോട്ട് ചേർക്കാം. അപ്പോൾ ആ മീൻ അങ്ങോട്ട് മുഴുവൻ അങ്ങോട്ട് ചേർത്ത് ആ ഗ്രേവിയുടെ ഒപ്പം അങ്ങോട്ട് റെഡിയാക്കി അങ്ങോട്ട് വെക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു 3-4 തണ്ട് കറിവേപ്പില അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വെക്കുകയാണ്. ഇനി ആ പാത്രം അങ്ങോട്ട് അടച്ച്, ആ ചട്ടി അങ്ങോട്ട് അടച്ച് മീനൊന്ന് വെന്ത് ഗ്രേവിക്ക് അങ്ങോട്ട് കുറുകി അങ്ങോട്ട് വരുമ്പോഴേക്ക് നല്ല അടിപൊളി വരാൽ മുളകിട്ടത് റെഡിയാവുക. ഇപ്പോൾ ഈ വരാൽ ധാരാളം കിട്ടുന്ന ടൈമാണല്ലോ. എല്ലാവരും വറുത്ത് കഴിക്കാനൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്. ഇതേപോലെ നല്ല മുളക് ചാറ് വയ്ക്കുക, അല്ലെങ്കിൽ ഇതേ പാകത്തിൽ നല്ല തേങ്ങാപ്പാൽ കട്ടിയിലുള്ള 1-ാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ആ കറിക്ക് ഒന്നും കൂടി അങ്ങോട്ട് സ്വാദ് കൂടുക. അപ്പോൾ ഇതേപോലെ കഴിക്കുക. അതല്ല, കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ഒന്നും കൂടി അടിപൊളിയാവും.